പിണറായിക്കെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്നുണ്ട്. ഒറ്റ ചിന്തയുള്ളൂ, പിണറായി അധികാരത്തിൽ വരരുത്. അത് യുഡിഎഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പേജുകളൊക്കെയാണ് ഇത് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഖജനാവ് കാലിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നല്ലോ. ആ സമയത്ത് റവന്യൂ കമ്മി ഏതാണ്ട് 9,657 കോടിയാണ്. ധനകമ്മി 17,818 കോടിയാണ്. GSDPയുടെ ഏകദേശം 3% വരും. കടബാധ്യത എന്ന് പറയുന്നത് 1.57 ലക്ഷം കോടിയാണ്. 2 ടേം പിണറായി ഭരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? രണ്ടും ഒരേപോലെയാണോ? അതോ ഇവർ പറയുന്നത് പോലെ UDF വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലമറിക്കും എന്നുള്ളതാണോ? അല്ല, അതിനകത്ത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. UDF വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇത്രയും കാലം കോൺഗ്രസ്സുകാരും ഭരിച്ചല്ലോ കേരളത്തിൽ 60 കൊല്ലത്തോളം. ഏകദേശം എൻ്റെ ഓർമ്മയുള്ളത് ഇദ്ദേഹത്തിന് 950 തുടങ്ങിയിട്ട് പലവട്ടം ഇവർ ഭരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ സംസ്ഥാനം കേരളം സംസ്ഥാനമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ട് ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ ആണെങ്കിൽ പിന്നത്തെ പട്ടംതാണുള്ളിയുടെ മന്ത്രിസഭയാണ്. അത് കഴിഞ്ഞിട്ട് R ശങ്കർ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നിരവധി കോൺഗ്രസ്സുകാർ കെ കരുണാകരനും AK ആൻ്റണിയും എല്ലാവരും കേരളം ഭരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചിട്ടുണ്ട്. കേരളം ഒരു കാലഘട്ടത്തിലും കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ഒരു കേരള തനിമ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അപ്പോൾ ഇവർ ഭരിക്കുന്ന ഈ പറയുന്ന ആളുകൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരിനെ സംബന്ധിച്ചും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഭരണത്തിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടൊരു മാറ്റം എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല. കാരണം രണ്ടും കെടുകാര്യസ്ഥയുടെ പര്യായങ്ങളാണ്, വിവരക്കേടിൻ്റെ പര്യായങ്ങളാണ്. ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തതിൻ്റെ താല്പര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, 1.57 ലക്ഷം കോടി രൂപയുടെ കടമാണ് 2016 ഉമ്മൻചാണ്ടി സ്ഥാനം ഒഴിയുന്ന സമയത്ത്. എല്ലാ ടൈമിലും ഒരു 5 വർഷം കൂടുന്ന സമയത്ത് ഡബിളിംഗ് ആണ് കേരളത്തിന് കടം വരുന്നത്. എല്ലാ 5 വർഷം കൂടുന്ന സമയത്തും. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഏകദേശം 75 ലക്ഷം കോടി രൂപയായിരുന്നു. 75,000 കോടി രൂപയായിരുന്നു. അത് 1.57 അത് കഴിഞ്ഞ ശേഷം അത് 3 സംതിങ് ആയി. ഇപ്പം 6 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിച്ചേരുന്നു. എന്ന് വെച്ചാൽ 5 വർഷം കൂടുന്ന സമയത്ത് കേരളത്തിൻ്റെ കടബാധ്യതകൾ ഇരട്ടിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഒരേപോലെയാണ്. ആകെ തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഒരിക്കലും പുരോഗമനത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലല്ല. കോൺഗ്രസ് എക്കാലത്ത് അഴിമതിയുടെ പാതയിലാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉമ്മൻചാണ്ടി ആയാലും കൊള്ളാം, കെ കരുണാകരനായാലും കൊള്ളാം, R ശങ്കർ ആയാലും കൊള്ളാം, അവർ സപ്പോർട്ടർ C അച്യുതമേനായാലും കൊള്ളാം, കേരളത്തിൻ്റെ വികസനത്തെ പിന്നാക്കം കൊണ്ടുപോയതിൽ ഈ പറയുന്ന ആളുകൾക്കുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 986 ഇവരുടെ കാലത്താണല്ലോ ഹൈവേയുടെ വികസനം വന്നത്. അന്ന് ഇവർ കേന്ദ്രവും കേരളവും ഇവർ തന്നെയാണ് ഭരിച്ചത്. എന്നിട്ട് എവിടെയാ ഹൈവേ വന്ന? എവിടെയാ? അന്ന് തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് എടുക്കാവുന്ന സ്ഥലങ്ങൾ ഇന്നിപ്പോൾ ലക്ഷങ്ങൾ കൊടുത്താണല്ലോ എടുക്കുന്നത്. അന്ന് എടുക്കാവുന്ന 2,000-3,000 രൂപ കൊടുത്തിട്ട് അക്വയർ ചെയ്യാവുന്ന ഭൂമി ഇന്നിപ്പോൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയ്ക്കാണ്. ഇത് വരുത്തി വെച്ച് ഈ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദിച്ച 93,000 കോടി രൂപയാണ് റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്. ഈ പണം വിനിയോഗിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലെങ്കിൽ സാധിക്കുമോ? എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കോൺഗ്രസ് ആണ് ഭരണത്തിലെങ്കിൽ ഈ ദേശീയപാതയുടെ വികസനം നടക്കില്ല. ഇതുപോലും നടക്കില്ല. കാരണം കോൺഗ്രസ് അതിനകത്ത് കമ്മീഷൻ വേണം. അവന് എല്ലാത്തിനും കമ്മീഷൻ വേണം. അവരാണ് റോഡിൻ്റെ കോൺട്രാക്ട് തീരുമാനിക്കുക. അങ്ങനെയുള്ള പലരെടുത്ത് പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് ഇവരുടെ ഭരണകാലത്താണല്ലോ. ഇബ്രാഹിം കുഞ്ഞാണല്ലോ അന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി. അയാളായിരുന്നില്ല അന്ന് അവിടെ ഭരിച്ചിരുന്നത്. അയാളാണല്ലോ കോൺട്രാക്ട് കൊടുത്തത്. ആ പാലത്തിലാണല്ലോ കമ്പിയില്ലാതെ കണ്ട് പാലം എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിപ്പിച്ചത്. ഇബ്രാഹിം കുഞ്ഞാണല്ലോ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. അപ്പോൾ ഈ തരത്തിൽപ്പെട്ട പാലങ്ങൾ നിർമ്മിക്കുന്ന, റോഡുകൾ വികസിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് കോൺഗ്രസ്സുകാര്. കോൺഗ്രസിന്റെ കാലത്ത് കാര്യമായിട്ട് വികസനം നാട്ടിലുണ്ടാവാറില്ല. ഈ നികുതി വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞതായിട്ട് CAG നിരീക്ഷണമാണ്. നമ്മൾ വെറുതെ എടുത്ത് പറയുന്നില്ല, CAGയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ പല മാസങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. ട്രഷറിയിൽ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. ബില്ലുകൾ മാറുന്നതിന് പരിധി വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് പണം അനുവദിക്കുന്നതിന് ഭാഗമായിട്ട് കുറച്ച് കടബാധ്യത കൂടി എന്നുള്ള ഒരു തിയറി കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇവർ പറയുന്ന തരത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് അങ്ങ് പറയുന്നതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ചില ലൂപ്പ് ഹോൾസ് കിട്ടുന്നത്. അതായത് BJPക്ക് 11 സീറ്റ് അല്ലെങ്കിൽ 14 സീറ്റ് വരെ കിട്ടാമെന്നുള്ള എക്സിറ്റ് പോളുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജനം ഒരു മാറി ചിന്തിക്കാനായിട്ട് വൈകിപ്പോയത്? അല്ല, അതിനും പല പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കഴിവ് കുറവോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അതിക്രമങ്ങളോ അല്ല പ്രശ്നം പലപ്പോഴും വരിക. കാരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു വിശ്വാസം വരണം.
കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ കുറച്ചു കാലം വിശ്വാസം ഉണ്ടായിരുന്നു. മിക്കവാറും ഇതിലൊരു മരണത്തോട് അടുക്കുന്ന മാനിപ്പുലേഷൻസ് ആണ്. മരണത്തെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ മറ്റേ ഇ.കെ. നായരെ മഹാനാക്കിയത്, അങ്ങനെയാണല്ലോ EMS മഹാനാക്കിയത്, അങ്ങനെയാണല്ലോ കെ കരുണാകരനെ മഹാനാക്കിയത്. മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മഹാന്മാരാ. ഈ പറയുന്ന ആളുകൾ കേരളത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവർ യാതൊരു പങ്കുണ്ടായിരുന്നില്ല. സമാനം തന്നെയാണ് ഏകദേശം BJPയെ സംബന്ധിച്ച് പറയുന്നത്. BJPക്ക് 11 സീറ്റ്, 4 തുടങ്ങി 11 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ 11 മണി 12 13 ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJP കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ വികസനമാണ്. പക്ഷേ കേരളത്തിൻ്റെ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള വിവരം കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ BJP വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. അത് ഉണ്ടായിട്ടില്ല. കാരണം മലയാളികൾ എപ്പോഴും ഒരു തളച്ച വെള്ളത്തിൽ വീണ പൂച്ചയാണ്. ആ തളച്ച വെള്ളത്തിൽ വീണ പൂച്ചയുടെ പ്രത്യേകത, അതിന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വെള്ളത്തിൽ അവർ വീണുണ്ട്, കോൺഗ്രസ്സുകാരൻ്റെ വെള്ളത്തിൽ അവർ വീണുണ്ട്. അതുകൊണ്ട് ഏത് വെള്ളം കണ്ടാലും, എത്ര തണുത്ത വെള്ളം കണ്ടാലും മലയാളി ധരിക്കുന്നത് ഈ വെള്ളം തളച്ച വെള്ളമെന്നാണ്. അതേസമയം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നോർത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP അവിടെയൊക്കെ കയറി വന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ ഇവിടെ സാധിക്കുന്നില്ല? അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഉത്തർപ്രദേശിന് നല്ല എക്സാമ്പിൾ എടുക്കുക. ഉത്തർപ്രദേശ് എടുക്കുക, ബീഹാർ എടുക്കുക, മധ്യപ്രദേശ് എടുക്കുക, മഹാരാഷ്ട്ര എടുക്കുക, രാജസ്ഥാൻ എടുക്കുക, ഗുജറാത്ത് എടുക്കുക. ഈ പറയുന്ന സ്ഥലങ്ങൾ കേരളവുമായിട്ട് നിരവധി കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായത് വളരെ പരിമിതമാണ്. നാമമാത്രമായിട്ടുള്ള പങ്കാളിത്തം കേരളത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇന്നിപ്പോ കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പെൻഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏതാ? ഒന്ന് മാപ്പിള ലഹളയ്ക്ക്, രണ്ടാമത് കൊടുക്കുന്ന പുന്നപ്രവേല സമരത്തിന്. ഈ രണ്ട് സ്വാതന്ത്ര്യ സമരമല്ല, ഇത് രണ്ടും ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ്. ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതാണ് 1921 മാപ്പിള ലഹള. സമാനം തന്നെയാണ് പുന്നപ്രവേല സമരം. ഒരു പെണ്ണ് കേസാണത്, ഒരു കല്യാണം നടക്കാത്തതിൻ്റെ കേസാണത്. ഇതിനകത്ത് അവിടെ ഒരു 14 പേരെ പടം വെച്ചിട്ടുണ്ട്, മറ്റേ പുന്നപ്രയിലുള്ള വലിയ ചുടുകാട്ടില്. ഞാനത് കൃത്യമായിട്ട് പറയാണ്, 14 പേരിൽ ഒരാളെങ്കിലും ആ പുന്നപ്ര സമരത്തിൽ, വയലാർ സമരത്തിൽ പങ്കെടുത്തവരുണ്ടോ എന്നുള്ളൊരു വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു കാപട്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. ഈ കാപട്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ രംഗത്തുള്ള ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇത് സത്യമാണെന്ന് ധരിക്കുന്നവരാണ് മലയാളി. അതിനെയാണ് സത്യമാണ് ധരിക്കുക. മറിച്ച് ഉത്തർപ്രദേശിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. അവിടെ ജാതി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അവിടെ ജാതിയാണ് ഭരിച്ചിരുന്നത്. ഈ ജാതി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് യോഗി ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ, ആ ജാതി ഇപ്പം അവിടെ ഒരു പരാതി കൊടുത്തു എന്നിരിക്കട്ടെ. പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ജാതി എഴുതേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അങ്ങനെയല്ല അവസ്ഥ. കേരളത്തിൽ നിങ്ങളുടെ ജാതി അറിയണവർക്ക്, നിങ്ങളുടെ മതം അറിയണവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന തിയറി എന്ന് പറയുന്നത് നോർത്തിലേക്ക് ജാതി വ്യവസ്ഥ വളരെ കാര്യമായിട്ടുണ്ട്, എന്നാൽ കേരളത്തിൽ അതില്ല എന്നുള്ളതാണല്ലോ. അല്ല, നോർത്തിലേക്ക് ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു, സത്യമാണത്. മുലായം സിംഗ് യാദവും കോൺഗ്രസും കമലാവതി ത്രിപാഠിയെല്ലാം ഭരിക്കുന്ന കാലത്ത് ഉത്തർപ്രദേശിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, രാജസ്ഥാനിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, മധ്യപ്രദേശിലും ഇവിടെയെല്ലാം ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നാണ്. ഈ രണ്ട് സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രിസഭകളുടെ കെടുകാര്യസ്ഥതയാണ്. കൊടിമൂത്തൽ അഴിമതിയായിരുന്നു അക്കാലത്ത് ഭരണം. ഈ അഴിമതിയിൽ നിന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ ശക്തമായ വികാരങ്ങൾ തിളച്ചു പൊന്തിയിട്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള സമരത്തിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ജയപ്രകാശ് നാരായണൻ സമരരംഗത്തേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധി ഇലക്ഷൻ തോറ്റതിൻ്റെ കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അവർ അതിനെതിരായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതെല്ലാം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ ജാതി ഒരു കാലത്ത് ശക്തമായിരുന്നു, മതം വളരെ ശക്തമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ സാധ്യമല്ല. ഇന്നിപ്പോൾ നിങ്ങൾ മതം പറഞ്ഞിട്ട് ഇപ്പം ഉദാഹരണം നോക്ക്, ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളുടെ തീവ്രവാദത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു കാരണവശാലും സർക്കാർ അംഗീകരിക്കില്ല. ജാതി നോക്കിയിട്ടില്ല അവിടെ സ്ഥാനാർത്ഥി നിർത്തുക, മതം നോക്കിയിട്ടില്ല സ്ഥാനാർത്ഥി നിർത്തുക. കേരളത്തിൽ എങ്ങനെയാണോ? മലപ്പുറം ജില്ലയിൽ 16 സീറ്റെന്ന് എൻ്റെ ഓർമ്മയിപ്പോൾ. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിൽ അവിടെ 16 സീറ്റിൽ UDF ജയിക്കുന്ന പറയുന്നത് എന്താ കാരണം? അവിടെ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടത്രേ, മുസ്ലിങ്ങൾക്ക് ശക്തിയുണ്ടത്രേ. മുസ്ലിങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ജാതി ഭേദമന്യേ കേരളത്തിലെ 71 ജാതിക്കാരനും ഒന്നായിട്ട് മലപ്പുറത്ത് വോട്ട് ചെയ്ത് UDF ജയിപ്പിക്കുന്നതാണ് UDF പ്രതീക്ഷ. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സതീശനാണ്. അതാകാം. ഇപ്പം ലീഗിനെ സംബന്ധിച്ച് താല്പര്യമുള്ളത് VD സതീശനാണോ, ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ എന്നുള്ളതിൽ അവർക്ക് ആരെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പം സാധിക്കുക? ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എളുപ്പത്തിലുള്ള ആളെ അവർ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ പ്രഖ്യാപിക്കും.
അതിലവർ പക്ഷെ തോന്നിക്കാണും സതീശനാണ് എളുപ്പം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അവർ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. മറിച്ച് KC വേണുഗോപാലിന് അത്ര എളുപ്പമല്ല. കാരണം വേണുഗോപാലിന് കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധമുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ കുറേയും കൂടി താക്കോൽ ദ്വാരത്തിൻ്റെ ഉടമസ്ഥനാണ്, പഴയ ആളാണ്. അതുകൊണ്ട് അയാൾക്ക് അത്തരത്തിൽ ചില ബന്ധങ്ങളുണ്ട്. അയാൾക്ക് മറ്റേ ഇയാൾ വെള്ളാപ്പള്ളി നടേശനായിട്ട് നല്ല ബന്ധമുണ്ട്. അത്തരത്തിൽപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന, ചെന്നിത്തല എതിർക്കുന്ന ചില ആളുകളെ തന്നെ പിന്താങ്ങണമെന്ന് മുസ്ലിം ലീഗുകാർ തീരുമാനിച്ചു കാണും. അത് അവർ നയത്തിൻ്റെ ഭാഗമാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എളുപ്പമുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് VD സതീശനെ സപ്പോർട്ട് ചെയ്യലാണ് അവർക്ക് എളുപ്പം. അതിനകത്ത് നമുക്ക് അവരൊരു നയത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് എക്കാലത്തും ചെയ്തിരിക്കുന്നത് ഹിന്ദു വിരുദ്ധമായ ശക്തികളെ പ്രോത്സാഹിപ്പിക്കലാണ്. ആ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആര് വേണമെങ്കിലും അവർക്ക് വേണമെങ്കിൽ പിന്താങ്ങാം. അതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ നാൾ വഴികളിലെ കേരളത്തിൻ്റെ പതനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം. ഈ തരത്തിൽപ്പെട്ട ജാതിമത ശക്തികൾക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത്തവണ വരുന്നത് പിണറായി സർക്കാരാണെന്ന് ഉണ്ടെങ്കിൽ BJPക്ക് അടുത്ത ടേമിൽ കുറച്ചുകൂടി ഈസി വോക്ക് ഓവർ ആയിരിക്കില്ലേ? കാരണം പിണറായി സർക്കാരിനെ പൂർണ്ണമായിട്ടും ജനം തിരസ്കരിക്കുന്ന ഒരു സാഹചര്യം വരും. കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? അല്ല, അത് ഞാൻ BJPക്ക് എളുപ്പമാണ്, അതിനകത്ത് എനിക്കൊരു ആനന്ദം വലുതായിട്ട് തോന്നുന്നില്ല. കേരളത്തിൻ്റെ വികസനമാണ് ഇതിനകത്ത് വലിയ പ്രശ്നം. കേരളത്തിൻ്റെ വികസനത്തിന് ഒരിക്കലും പിണറായി വിജയൻ ഒരു പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ പ്രായാധിക്യം ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാം അഴിമതിക്കാരാണ്. ഇതൊക്കെ വസ്തുതയാണ്. അവർക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വക്താക്കൾ തന്നെയാണ് ഇവരൊക്കെ. മറിച്ച് കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി മെച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് പിണറായി വിജയൻ്റെ കഴിവുകേടും പ്രായാധിക്യവും ഒരുപക്ഷെ നാളെ വേണമെങ്കിൽ BJPക്ക് ഗുണകരമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPക്കാരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകം വികസനമാണ്. അത് ജാതിയല്ല, മതമല്ല. മതത്തിൻ്റെ പിന്നാലെ നടന്നാൽ ഒരു പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മതമേധാവികളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ഹിന്ദുക്കൾ മതമേധാവികളുണ്ട്, ക്രിസ്ത്യാനികൾ മതമേധാവികളുണ്ട്, മുസ്ലിങ്ങൾ മതമേധാവികളുണ്ട്. ഈ പറയുന്ന മതമേധാവികളെല്ലാം തന്നെ കേരളത്തിലെ സാധാരണക്കാരനെതിരാണ്. ഈ വസ്തുത ആര് തിരിച്ചറിയുന്നോ അവർക്കുള്ള ഭാവിയാണ് കേരളത്തിന് ശോഭനമായിട്ടുള്ളതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.